വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ് വർധനവ്. ഇന്നലെ സംസ്ഥാനത്ത് ഉപഭോഗം 11.4 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. ഇതിൽ 9.4 കോടി യൂണിറ്റ് പുറത്തുനിന്നും വാങ്ങിയ വൈദ്യുതി എന്നതാണ് ശ്രദ്ധേയം. പീക്ക് സമയത്തെ ഉപഭോഗവും 5797 മെഗാവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ ചേർന്നുണ്ട്. വിനോദ, എങ്ങനെ നമുക്ക് വിലയിരുത്താം? വിഷു, തീർച്ചയായും നമുക്കറിയാം, ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചത് മുതൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലാണ് കൂടി വരുന്നത്. 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് ഓരോ ദിവസത്തെയും ഉപഭോഗം. നമ്മൾ ദശലക്ഷം യൂണിറ്റ് കണക്കാക്കിയാണെങ്കിൽ ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ സംസ്ഥാനം ഏറെ പ്രതിസന്ധി നേരിടുന്നു. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ ആവശ്യമുള്ള വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ 11.4 കോടി യൂണിറ്റ് വൈദ്യുതി ഇന്നലെ വേണ്ടി വന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 9.4 കോടി യൂണിറ്റ് വൈദ്യുതിയും വാങ്ങിയത് പുറത്തു നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് നമുക്ക് വലിയ വില നൽകേണ്ടി വരുന്നു. KCB സ്വാഭാവികമായി നഷ്ടത്തിലേക്ക് പോകുന്നു. ഈ ഒരു പ്രതിസന്ധി കണക്കിലെടുത്താണ് വൈദ്യുതി വകുപ്പ് മുന്നോട്ട് 2 നിർദ്ദേശം വെച്ചിരുന്നു. ഒന്ന്, ലോഡ് ഷെഡിംഗ്, അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക. മറ്റൊന്ന്, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നീ 2 നിർദ്ദേശങ്ങൾ ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനം വന്നത് തൽക്കാലം ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടതില്ല, ലോഡ് ഷെഡിംഗ് വേണ്ട എന്നുള്ള തീരുമാനമാണ്. പക്ഷേ സമാനമായ മറ്റ് നിയന്ത്രണങ്ങൾ എന്തെല്ലാം വേണം, മറ്റ് വഴികൾ നിർദ്ദേശിക്കാനാണ് KSEBയോട് ആവശ്യപ്പെട്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗമായിരിക്കാം KSEB ഇനി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ജൂണിൽ മഴ ലഭിക്കുന്നത് വരെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വളരെ വളരെ രൂക്ഷമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിഷ്ണു. യെസ്, വ്യക്തമാണ്. വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.